ഈ ഡിപ്രഷൻ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുമാണ്. ഇതിനെ ഒന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ടാകും. ചിലത് നമുക്കൊരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാഞ്ഞു പോകും. എന്നാൽ ചിലത് സ്ഥായിയായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്, പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം. ഇങ്ങനെയുള്ളതിനെ നമ്മൾ അവഗണിച്ച് കളയരുത്. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പെട്ടു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എപ്പോഴും ഒരു വിഷാദം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, എപ്പോഴും കരയണം എന്ന് തോന്നുന്നു. അതുപോലെ ചിലപ്പോൾ നമുക്കൊരു വിശപ്പിൽ ഒട്ടും ആഹാരം കഴിക്കണം തോന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വലിച്ചു വാരി കഴിക്കുക, അല്ല തീരെ ഉറങ്ങാതിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴും കിടന്ന് ഉറക്കം തന്നെ ആയിരിക്കും. അതുപോലെ നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ആക്ടിവിറ്റീസ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം നഷ്ടപ്പെടും. വളരെ നന്നായി വേഷവിധാനം ചെയ്തവർ വളരെ അലക്ഷ്യമായി നടക്കും, ആരോടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുറിക്കാത്തതിനെ ചടഞ്ഞുകൂടിയിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വിഷാദ അവസ്ഥയാണ്, രോഗാവസ്ഥയിലേക്ക് പോകുകയാണെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അവർക്ക് ഇങ്ങനെ സപ്രസ്ഡ് ഇമോഷൻ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് നമുക്കൊരു കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി ആവശ്യമാണ്. ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കും പോകാം. അത് തിരിച്ചറിയുന്നതിന് നമ്മൾ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ കാണുക. അത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അവർ റെഫർ ചെയ്യുന്നതാണ്.